എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വൻപയറും ഏത്തയ്ക്കായും കൂടെ ഒരു തോരനാണേ. അതിനായിട്ട് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാമേ. കുറച്ച് ചുമന്ന പയർ, വൻപയർ കുക്കറിൽ വെച്ചിട്ടുണ്ട്. അടുത്ത് ഏത്തയ്ക്ക അരിഞ്ഞത്, പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി, തേങ്ങ ജാറിലോട്ട് പച്ചമുളകും ഉള്ളിയും ജീരകവും വെളുത്തുള്ളിയും കൂടി ഇട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് തേങ്ങയും കൂടി ഇട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പാത്രം ചൂടായേ. അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഉരുകി വരട്ടെ. വെളിച്ചെണ്ണ ഉരുകി വന്നപ്പോൾ നമുക്ക് ഇച്ചിരി കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി നമ്മൾ ചതച്ച് വെച്ച സാധനമേ, പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം, തേങ്ങ, അത് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഒന്ന് വേവിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് കരിയാപ്പല, ഒരു തണ്ട് കരിയാപ്പലയും കൂടി ഇട്ട് കൊടുത്തേ. പിന്നെ നമ്മൾ കുക്കറിനകത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന പയർ മഞ്ഞളും ഉപ്പും കൂടി ഇട്ട് വേവിച്ചതാണേ. പയറും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കാം. പിന്നെ 2 ഏത്തയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞത്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഏത്തയ്ക്കയ്ക്ക് വലിയ വേവുള്ള സാധനമല്ല. എല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഇത് വേകാനായിട്ട് ഒരു ശകലം വെള്ളം സൈഡിൽ കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി വെള്ളം ഒഴിക്കല്ല, കുഴഞ്ഞു പോകും. നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ തോരൻ വെന്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് വിളമ്പിയെടുക്കാം. ചോറിന് തോരനാണേ. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.